हरिश्री गणपतये नमः। अविघ्नमस्तु। श्री गुरुभ्यो नमः। क्षिप्रप्रसादि भगवन् गणनायको मे विघ्नങ്ങൾ തീർത്തു വിളയാടുക സർവകാലം സർവത്ര കാരിണി സരസ്വതി ദേവി വന്ദിൻ നാവിൽ കളിക്ക കുമുദേഷു നിലാവു പോലെ സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്നീശ്വര വിശ്വരൂപം പ്രണൗമി തുഞ്ചത്തിയുമാര്യപാദം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. വാനരാദികൾക്ക് അനുഗ്രഹം. വിശ്വംഭരാപരിപാലനവും ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരെ. സസ്യസമ്പൂർണയായി വന്നീതവനിയും ഉത്സവയുക്തങ്ങളായി ഗൃഹങ്ങളും വൃക്ഷങ്ങളെല്ലാം അതിസ്വാദ സംയുത പക്വങ്ങളോട് കലർന്നു നിന്നിടുന്നു. ദുർഗന്ധ പുഷ്പങ്ങളക്കാലമൊഴിയെ സൽഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ. നൂറായിരം തുരകങ്ങൾ പശുക്കളും നൂറായിരത്തിൽ പുറം പിന്നെയും 30 കോടി സുവർണ ഭാരങ്ങളും സുബ്രാഹ്മണർക്കു കൊടുത്തു രഘുത്തമൻ. വസ്ത്രാഭരണമാലിന്യങ്ങൾ അസംഖ്യമായി പൃഥ്വീസുരോത്തമന്മാർക്കു നൽകിയിടിനാൻ. സ്വർണരത്നോജ്വലം മാല്യം മഹാപ്രഭം വർണ്ണവൈചിത്ര്യമനർഘമനുപമം. ആദിത്യപുത്രനു നൽകിനാദരാൽ ആദിത്യാധിപ പുത്ര തനയനും അംഗദ്വന്ദ്വം കൊടുത്തോരനന്തരം മംഗളാപാംഗിയാം സീതയ്ക്കു നൽകിനാൻ. നീരുവും ലോകത്രയവും കുടുംബിലും ഹാരം കൊടുത്തതു കണ്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു മന്ദസ്മിതാന്വിതം. കണ്ട ദേശത്തിങ്കൽ നിന്നങ്ങിടുത്തിട്ടു 2 കൈ കൊണ്ടും പിടിച്ചു നോക്കിയിടിനാൾ. ഭദ്രമുഖാബ്ജവും മാരുതിവക്ത്രവും മധ്യേ മണിമയമാകിയ ഹാരവും. ഇംഗിതജ്ഞൻ പുരുഷോത്തമനം നേരം മംഗളദേവതയോടു ചൊല്ലിയിടിനാൻ. ഇക്കണ്ടവർകളിൽ ഇഷ്ടനാകുന്നത്
വിളിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാനു നൽകിനാൾ ഹാരവും വിളങ്ങിനാനേറ്റവും മാരുതിയും പരമാനന്ദ സംയുതം അഞ്ജലിയോടു തിരുമുമ്പിൽ നിന്നിടും അഞ്ജനാപുത്രനെ കണ്ടു രഘുവരൻ മന്ദമരികെ വിളിച്ചരുൾ ചെയ്തിത് ആനന്ദ പരവശനായി മധുരാക്ഷരം മാരുത നന്ദന വീണ്ടും വരത്തിനി വീരവരിച്ചു കൊள்കേതും മടിയാതെ എന്നതു കേട്ടു വന്ദിച്ചു കപീന്ദ്രനും മന്നവന്നോടപേക്ഷിച്ചരുളിനാൻ സ്വാമി പ്രഭോ നിൻ തിരുവടി തന്നുടെ നാമവും ചാരു ചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം രാമനാമം കേട്ടുകൊള്ളുവാൻ അനാരതം രാമജപസ്മരണ ശ്രവണങ്ങളിൽ മാമകെ മാനസി തൃപ്തി വരാവിഭോ മറ്റു വാരം മമ വേണ്ട ദയാനിധി മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കണമെന്നതു കേട്ടൊരു പുണ്ടരീകാക്ഷൻ അനുഗ്രഹം നൽകിനാൻ മൽകഥയുള്ള നാൾ മുക്തനായി വാഴ്കനി ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഖേ ജാനകി ദേവിയും ഭോഗാനുഭൂതികൾ താനേ വരികിന്നനുഗ്രഹിച്ചിടിനാൾ ആനന്ദ ബാഷ്പ പരിതാക്ഷനായവൻ നമസ്കൃത്യ പിന്നെയും പിന്നെയും രാമസീതാജ്ഞയ പാരം പണിപ്പിട്ടു രാമപാദാബ്ജവും ചിന്തിച്ചു ചിന്തിച്ചു ചിന്നു ഹിമാലയം പുക്കു തപസ്സിനായി പിന്നെ ഗുഹനെ വിളിച്ചു മനുവരൻ ഗച്ഛ സഖേ പുരം ശൃംഗിലേരം ഭവാൻ മൽചരിത്രങ്ങളും ചിന്തിച്ചു വാഴ്കനി ഭോഗങ്ങളെല്ലാം ഭുജിച്ചു ചിരപ്പുനർ ഏകഭാവം ഭജിച്ചിടുമെന്നോടു നീ ദിവ്യാംബരാഭരണങ്ങളെല്ലാം കൊടുത്ത് അവ്യാജ ഭക്തനു യാത്ര വഴങ്ങിനാൻ പ്രേമഭാരേണ വിയോഗ ദുഃഖം കൊണ്ട് രാമനാലാശ്ലിഷ്ടനായ ഗുഹൻ തഥാ ഗംഗാനദി പരിശോഭിതമായൊരു ശൃംഗിവേരം പ്രവേശിച്ചു വരുവിനാൻ മൂല്യമില്ലാത്ത വസ്ത്രാഭരണങ്ങളും ഹരിചന്ദനാദിയും പിന്നെയും പിന്നെയും വേണ്ടുവോളം നൽകി മന്നവൻ ഗാഠഗാഠം പുനർനാദരാൻ മർക്കട നായകന്മാർക്കും കൊടുത്തുപോയി കിഷ്കിന്ധഭൂഖിൻ നയച്ചരുളീടിനാൻ സുഗ്രീവനും വിയോഗേന ദുഃഖം പൂണ്ടു കിഷ്കിന്ധഭുക്കു സുഖിച്ചു മരുവിനാൻ സീതാജനകനായിടും ജനതനെ പ്രീതിയോടെ പറഞ്ഞാശ്ലേഷവും ചെയ്തു സീതയെ കൊണ്ടു കൊടുപ്പിച്ചൊരു തരം നൂതന പട്ടാംബരാഭരണാദിയും നൽകി വിദേഹരാജ്യത്തിനു പോകുന്നു പുൽകിക്കനിവോടു യാത്ര വഴങ്ങിനാൻ കാശി രാജാവിനും വസ്ത്രാഭരണങ്ങൾ ആശയാനന്ദം വരുമാറു നൽകിനാൻ പിന്നെ മറ്റുള്ള പന്മാർക്കുമൊക്കവേ മന്ദവർണ്ണഭൂഷണാദ്യങ്ങളും സമ്മാനപൂർവം കൊടുത്തയച്ചിടിനാൻ സമ്മോദം കൊണ്ടുപോയാരവർകളും നക്തഞ്ചരേന്ദ്രൻ വിഭീഷണനന്ദീരം ഭക്ത്യാ നമസ്കരിച്ചാൻ ചരണാംബുജേ മിത്രമായി നീ തുണച്ചോരു മൂലം മമ ശത്രുക്കളെ ജയിച്ചേനൊരു ജാതി ഞാൻ ആ ചന്ദ്രതാരകം ലങ്കയിൽ വാഴ്ന്നവി നാശമറികളാലുണ്ടാകയില്ലതേ എന്നെ മറന്നു പോകാതെ നിരൂപിച്ചു പുണ്യജനാധിപനായി വസിച്ചിടൂ
വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണു പാരായണനായി വിശുദ്ധാത്മന മുക്തനായി വാണിടുകെന്നു നിയോഗിച്ചു. മുക്താഫലമണി സ്വർണഭാരങ്ങളും ആഭൂളവും കൊടുത്താശു പോവാനയച്ച് ആവിർമുഖമുണർന്നീടിനാൻ പിന്നെയും ചിത്തിവിയോഗ ദുഃഖം കൊണ്ടു കണ്ണുനീർ അത്യർത്ഥമിട്ടിട്ടു വീണ്ടും വണങ്ങിയും ഗദ്ഗദവർണ്ണേന യാത്രയും ചൊല്ലിനാൻ നിർഗമിച്ചാനൊരു ജാതി വിഭീഷണൻ ലങ്കയിൽ ചെന്നു സുഹൃജ്ജനത്തോടു മാതങ്കമൊഴിഞ്ഞു സുഖിച്ചു വാണിടിനാൻ. ഗദ്ഗദവർണ്ണേന യാത്രയും ചൊല്ലിനാൻ നിർഗമിച്ചാനൊരു ജാതി വിഭീഷണൻ ലങ്കയിൽ ചെന്നു സുഹൃജ്ജനത്തോടും ആതങ്കമൊഴിഞ്ഞു സുഖിച്ചു വാണിടിനാൻ. ശ്രീരാമന്റെ രാജ്യഭാരഫലം. ജാനകി ദേവിയോടും കൂടി രാഘവൻ ആനന്ദം കൊണ്ടു രാജഭോഗാന്വിതം അശ്വമേധാധിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു. നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്ക് വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ. വൈധവ്യ ദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധി ഭയവും ഒരുത്തർക്കുമില്ലല്ലോ. സസ്യ പരിപൂർണയല്ലോ ധരിത്രിയും ദസ്യുഭയവും ഒരിടത്തുമില്ലല്ലോ. ബാലമരണമകപ്പെടുമാറില്ല കാലേ പരീക്ഷിക്കുമല്ലോ ധനങ്ങളും. രാമപൂജ പരന്മാർ പോലെ രാമനെ ധ്യാനിക്കുമേവരും സന്തതം. വർണ്ണാശ്രമങ്ങൾ തനിക്കുള്ളത് ഒന്നുമിളക്കം വരുത്തുകില്ലായുമേ. എല്ലാവരും ഉണ്ടനുകമ്പ മാനസേ നല്ലതൊഴിഞ്ഞൊരു ചിന്ത എല്ലാവർക്കുമേ. നോക്കുമാറില്ലാരുമേ പരതാരങ്ങൾ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ. ഇന്ദ്രിയ നിഗ്രഹമെല്ലാവരുമുണ്ട് നിന്ദയുമില്ല പരസ്പരമാർക്കുമേ. നന്ദനന്മാരെ പിതാവു രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. സാകേതവാസികളായ ജനങ്ങൾക്ക് ലോകാന്തര സുഖമെന്തോ നിതിൽ പരം വൈകുണ്ഠലോക ഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങൾ അകന്നു മേവീടിനാർ. രാമായണ മഹാത്മ്യം. അധ്യാത്മരാമായണമിതനെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്യിൽ മർത്യനി ജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. മൈത്രീകരന്ധനധാന്യമൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ഭക്ത്യാ പഠിക്കലും ചൊല്ലിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനെയും തഥാ. സിദ്ധിക്കുമായ ജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും. വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്ഥി കേട്ടിടുകിൽ അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരുമതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ. ഭീതനിതോ കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ അനതുരനായി വരും. ഭൂതദൈവാത്മാർത്ഥമായുടനുണ്ടാകും ആദികളെല്ലാം അകന്നുപോ നിർണയം. ദേവപിതൃഗണ താപസ മുഖ്യന്മാർ ഏവരും
മതിയല്ല, ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ സാധിച്ചിടും. കൽമഷമില്ല മകനു മതിയല്ല, ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ സാധിച്ചിടും. കൽമഷമില്ല മകനു മതിയല്ല, ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചിതാദരാൽ, നിത്യവും ശുദ്ധ ബുദ്ധ്യാ ഗുരുഭക്തി പൂണ്ട് അധ്യയനം ചെയ്കിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഇത്യധ്യാത്മ രാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡം സമാപ്തം. ശുഭം. പൂർവം രാമതപോവനാദിഗമനം ഹത്വാമൃതം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ വർദ്ധനം പശ്ചാത് രാവണ കുംഭകർണമദനം ഏതദ്ധി രാമായണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പലപ്പോഴും രാമായണത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒന്നുണ്ട്. ഈ രാമനും സീതയും ലക്ഷ്മണനും കോസല രാജ്യത്തിൽ നിന്ന് പുറത്തു വന്നു. അവർ കാട്ടിലേക്ക് കയറി. അവിടെ തന്നെ നല്ല ഒരു കുടിൽ വെച്ച് ജീവിച്ചാൽ പോരായിരുന്നോ? എന്തിനാ ആവശ്യമില്ലാതെ ഈ കാട്ടിൽ മുഴുവനും നടന്നത്? 14 വർഷം വളരെ സുഖകരമായ രീതിയിൽ ഒരു നല്ല ഹെർമിറ്റേജ് കുടിലുണ്ടാക്കിയിട്ട് ഇവർ 3 പേരും കൂടി അവിടെ താമസിച്ചിരുന്നു എങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. സീതയെ രാവണൻ കൊണ്ടുപോവില്ല, അല്ലെങ്കിൽ വഴിയിൽ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അകമ്പനാർ എന്ന അസുരനെ കാണില്ല, കബന്ധനെ കാണില്ല, ഒരു തരത്തിലുള്ള കുഴപ്പമുണ്ടാവില്ലായിരുന്നു. അതല്ലേ ശരി? അതിൻ്റെ നിങ്ങൾക്ക് തോന്നിയേക്കാം അതായിരുന്നു ശരി. ഒരു കഷ്ടപ്പാടില്ല, നല്ല സുഖമായിട്ട്. വിശ്വാമിത്രൻ പറഞ്ഞു ഇവിടെ താമസിച്ചോളാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭരദ്വാജ മഹർഷി പറഞ്ഞു ഇവിടെ താമസിച്ചോളാൻ. കുറച്ച് കഴിയുമ്പോൾ ആപസ്തംഭ ശാഖയിൽപ്പെട്ട മഹർഷിമാർ പറഞ്ഞു ഇവിടെ താമസിച്ചോളൂ, ഞങ്ങൾ എല്ലാ സൗകര്യവും ചെയ്തു തരാം. ശ്രീരാമൻ പറഞ്ഞു എൻ്റെ ജീവിതം ഈ ഭാരതം മുഴുവനും കാണാനുള്ളതാണ്. ഞാൻ തെക്കോട്ട് പോവുകയാണ്. തെക്കേ അറ്റത്തെ സമുദ്രം വരെ ചെന്ന് ഞാൻ ഓരോ കാര്യങ്ങളും പഠിച്ച് രാജാക്കന്മാരുടെ ഭരണരീതി മനസ്സിലാക്കിയിട്ട് ഓരോ അനുഭവങ്ങളും നുകർന്നുകൊണ്ട് ഞാൻ തിരിച്ചു വരും എന്നാ പറഞ്ഞത്. ഇതിൽ 2 ഭാഗങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ഭാഗം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളും ജീവിതത്തിൽ ഒരു സ്ഥലത്ത് ചടഞ്ഞുകൂടിയിരിക്കുകയല്ല വേണ്ടത്. മറിച്ച് 1 മണിക്കൂർ നമുക്ക് കിട്ടിയാൽ അതിൽ നിന്ന് ജീവിതാനുഭവങ്ങൾ പഠിക്കാനുള്ള അവസരമുണ്ടാക്കണം. ശ്രീരാമൻ സകല അറിവും ഭരദ്വാജ മഹർഷി നൽകാമെന്ന് പറഞ്ഞു. സകല രാജാക്കന്മാരുടെ ചരിത്രവും നൽകാമെന്ന് പറഞ്ഞു. വിശ്വാമിത്രൻ പറഞ്ഞു ആത്മീയതയുടെ പരമകാഷ്ഠ വരെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. കുറെ കൂടി കഴിഞ്ഞപ്പോൾ അഗസ്ത്യ
അഗസ്ത്യന്റെ ആശ്രമം കണ്ടു. അഗസ്ത്യൻ പറഞ്ഞു, എന്നിൽ നിന്ന് ലഭിക്കാത്തത് ലോകത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് നിനക്ക് ലഭിക്കില്ല, പിന്നെ എന്തിനാ നീ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അതെല്ലാം ശ്രീരാമൻ നിരാകരിച്ചു. ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു മഹർഷിയിൽ നിന്ന്, ഒരു ഈശ്വരനിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം മാത്രമല്ല അറിവ്, നേരിട്ട് കേട്ടും കണ്ടും ചർച്ച ചെയ്തും കിട്ടുന്നതാണ് അറിവ് എന്ന് പറഞ്ഞിട്ട് പ്രത്യക്ഷം പ്രമാണം എന്ന് പറഞ്ഞിട്ടാണ് ശ്രീരാമൻ ഈ ഭാരതത്തിന്റെ തെക്കേ അറ്റം വരെ പോയത് കൊണ്ട് എന്താ സംഭവിച്ചത്? ആസുരീക ശക്തികളെ നിഗ്രഹിക്കാൻ സാധിച്ചു. ഈശ്വരീയ ശക്തികളെയും അനുഗ്രഹം കൊടുത്ത് ഉയർത്തേണ്ടവരെയും വളർത്തേണ്ടവരെയും ഉയർത്താൻ സാധിച്ചു. അതുകൊണ്ട് ശ്രീരാമന്റെ ജീവിതത്തിലെ കാനന പ്രയാണം കൊണ്ട് അറിവും അനുഭവങ്ങളും നേടൽ മാത്രമല്ല, ഈ ശ്രീരാമന്റെ വരവും കാത്ത് അഹല്യയെ പോലെ ഇരിക്കുന്നവരുണ്ട്, ശബരിയെ പോലെ ഇരിക്കുന്നവരുണ്ട്, ജടായുവിനെ പോലെ ഇരിക്കുന്ന പക്ഷികളുണ്ട്. ഇവർക്കെല്ലാം മോക്ഷം ലഭിക്കാൻ ഡെസ്റ്റിനി, നിയതി കൊടുത്തിരിക്കുന്നത് ശ്രീരാമനിൽ നിന്നാണ്. അവരുടെ പൂർവജന്മത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശ്രീരാമൻ ഇതിലൂടെ വരുമ്പോൾ നിനക്ക് മോക്ഷം കിട്ടും. അങ്ങനെ ശ്രീരാമൻ പോയില്ലായിരുന്നു എങ്കിൽ അവരുടെയൊക്കെ അവസ്ഥ എന്താ? ഇത് കഥയാകട്ടെ, ഇതിഹാസമാകട്ടെ, തോന്നലാകട്ടെ, ആത്മീയതയാകട്ടെ, ഒരു വ്യക്തിക്ക് അയാൾ നിർവഹിക്കേണ്ടതായ ഒത്തിരി കർമ്മധർമ്മങ്ങളുണ്ട്. ആ കർമ്മധർമ്മങ്ങൾ നിർവഹിക്കാൻ അതേ പന്താവിലൂടെ ആ വ്യക്തി പോയേ മതിയാവൂ. ഇടയ്ക്കൊന്ന് പറയാണ്, കുംഭകർണൻ രാവണനോട് പറഞ്ഞു, ജ്യേഷ്ഠൻ ചെയ്ത കൊള്ളരുതായ്മയ്ക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല. അവതാരമായ ശ്രീരാമന്റെ ഭാര്യയെ എൻ്റെ ജ്യേഷ്ഠൻ കട്ടുകൊണ്ടുവന്നത് ഈ കുലത്തിന് മുഴുവനും അപമാനകരമാണ്. കുംഭകർണനാ പറയുന്നത്. രാവണനെ ഉപദേശിച്ച് ബത്സിച്ച് കയ്യുവരെ ഓങ്ങി അടിക്കാൻ പോകുന്നുണ്ട്. അപ്പോഴാണ് രാവണൻ പറയുന്നത്, കുംഭകർണ, നീ ഒന്ന് ആലോചിച്ചു നോക്ക്, നീ ഇത്രയും വലിയ മഹാനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ രാക്ഷസകുലത്തിൽ ജനിച്ചു? നിനക്കും ചെയ്തു തീർക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നിനക്കും മോക്ഷം കിട്ടാനുള്ളത് ശ്രീരാമന്റെ കയ്യിൽ നിന്നാണ്. അതുകൊണ്ട് യുദ്ധം ചെയ്യാം. അപ്പോഴാ കുംഭകർണന് മനസ്സിലായത്, ശരിയാണല്ലോ, എനിക്കും ചെയ്തു തീർക്കാനുള്ള ചിലതുണ്ട്. അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ ചത്തുപോകും, അല്ലെങ്കിൽ മരിച്ചു പോകും. ആ മരണമാണ് എൻ്റെ എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നുമുള്ള മോചനം. അപ്പൊ അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുക, വിവരണം നോക്കുക. എത്ര ലോജിക്കൽ, യുക്തിക്ക് നിരക്കുന്ന വിധത്തിലാണ് രാവണൻ പോലും കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് രാമായണം വിശകലനം ചെയ്യേണ്ട പന്ഥാവ് അന്വേഷിച്ചിറങ്ങേണ്ടത്. രാമായണത്തിലെ ഭക്തിയും രാമായണത്തിലെ ആചാരങ്ങളും രാമായണത്തിലെ ആരാധ്യതയും അതൊരു ഭാഗം. അതിൻ്റെ ഇപ്പുറത്ത് ഇവരുടെ എല്ലാം വരികളിലൂടെ കേൾക്കാം. നമുക്ക് രാമായണത്തെക്കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. അതാണ് മറ്റൊരു പ്രശ്നം. അതിനേക്കാൾ എത്രയോ അപ്പുറത്താണ് രാമായണം. 21ാം നൂറ്റാണ്ടിലെ മാനവരാശിക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് രാമായണം എന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ധരിച്ചത് 21ാം നൂറ്റാണ്ടിലെ മനുഷ്യന് സ്വർഗവും മോക്ഷവും കിട്ടാനുള്ള ഗ്രന്ഥമാണ് രാമായണം എന്നാണ്. രണ്ടാമത് പറഞ്ഞത് തെറ്റ്, ആദ്യം പറഞ്ഞതാണ് ശരി. അതായത് മോക്ഷം കിട്ടാനോ സ്വർഗം കിട്ടാനോ ഉള്ള ഗ്രന്ഥമായി രാമായണത്തെ കാണരുത്. ജീവിതത്തെ സ്വർഗസമാനമാക്കാനുള്ള ഗ്രന്ഥമായിട്ടാണ് രാമായണത്തെ കാണേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ സന്ദേശങ്ങൾ ജീവിതത്തിൽ അല്പാൽപമെങ്കിലും പകർത്താനായിട്ട് ശ്രമിക്കാം. എല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് പകർത്താൻ ശ്രമിക്കേണ്ട. ചിലപ്പോൾ എല്ലാം പോയി എന്ന് വരും. അവിടെ കുറേശ്ശെ ശ്രമിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വന്ദനം. ജീവിതം ധന്യമായി മുമ്പോട്ട് പോകാൻ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം.